ശ്രീകാര്യത്തെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടക്കുന്ന അതിഥി തൊഴിലാളി സുരക്ഷിതനെന്ന അഗ്നിരക്ഷാസേന. ബീഹാർ സ്വദേശി ദീപക്കാണ് കുടുങ്ങിക്കിടക്കുന്നത്. ദീപക് സംസാരിക്കുന്നുണ്ടെന്നും ഓക്സിജൻ എത്തിച്ചെന്നും അഗ്നിരക്ഷാസേന അറിയിച്ചു. മടത്തിനിടയിൽ പണിക്കിടെയാണ് അപകടമുണ്ടായത്. ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഖിൽഷാ അൻസാർ ചെയ്യുന്നു. അഖിൽഷാ, രക്ഷാപ്രവർത്തനം തുടരുകയാണോ? ഏറെ വൈകും എന്നാണോ ഇപ്പോൾ കിട്ടുന്ന സൂചന? സുഹൈൽ, നിലവിൽ ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കാര്യം കുറച്ച് ദുഷ്കരമാണ്. ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ പെട്ടിരിക്കുകയാണ്. കുറച്ചധികം താഴേക്കാണ് ഈ ബീഹാർ സ്വദേശിയായ ദീപക് നിലവിലുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഈ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അതായത് ഈ കുടുങ്ങിക്കിടക്കുന്ന ദീപക് ഇപ്പോൾ സുരക്ഷിതനാണ്. അദ്ദേഹത്തിന് ഓക്സിജൻ എത്തിക്കാൻ സാധിച്ചതൊപ്പം അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളവും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ചധികം ദുഷ്കരമായി തന്നെ തുടരുകയാണ്. ഈ JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റി ഈ മണ്ണിനടിയിലുള്ള ഈ ദീപകിനെ രക്ഷിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു അപകടം നടക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു സീവേജ് പൈപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡ്രെയിനേജിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇതൊരു കുറച്ചധികം അപകട സാധ്യതയുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാവിലെ 10 മണിയോടുകൂടി ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഈ മണ്ണും കല്ലും എല്ലാം കൂടെ ഈ തൊഴിലാളികളുടെ ദേഹത്തേക്ക് വീഴുകയും ഏതാണ്ട് 6 അടിയോളം താഴ്ചയിലേക്ക് ഇവർ പോവുകയും ചെയ്യുന്നു. പിന്നാലെ ഈ നാട്ടുകാരാണ് ആദ്യം ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക്. അഖിൽഷാ അൻസാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്.